അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇമാം ആളുകളുടെ പേരുകൾ എഴുതി വയ്ക്കുന്നത്, അതൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. കിതാബത്തുൽ ഇമാമി അന്നാസി. ഹുദൈഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ പേര് എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കൂ. അങ്ങനെ ഞങ്ങൾ 1500 ആളുകളുടെ പേര് ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് അക്രമകാരികളെ പേടിക്കേണ്ടതുണ്ടോ? നമ്മളിൽ 1500 പേരില്ലേ? സംശയമേ ഇല്ല, ഞങ്ങൾ സാക്ഷിയായി അല്ലെങ്കിൽ നേരിട്ട് കണ്ടു. പല തരത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞങ്ങളുടെ മേൽ വന്നു വീഴുന്നത്. അപ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു നമസ്കരിച്ചിരുന്നത്, ഭയത്തിൻ്റെ സമയം ആയിരുന്നു. അൽ ആമഷ് വിശദീകരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി, അപ്പോൾ അതിൽ 500 പേരുണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. അബൂ മുആവിയ പറഞ്ഞു 600-നും 700-നും ഇടയ്ക്കായിരുന്നു എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 600, 700, 1500, 500 അങ്ങനെ പല കണക്കുകളുണ്ട്. ആ സമയത്ത് അത്രയും മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിശദീകരണം ഒരുപക്ഷെ ആളുകളുടെ ഭയത്തെയായിരിക്കും സൂചിപ്പിക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ ഉസ്മാൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഉള്ള അൽ വാലിദ് ബിൻ ഉഖ്ബ കൂഫയിലെ ഗവർണറായിരുന്നു. അദ്ദേഹം നമസ്കാരം താമസിപ്പിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായി നിർവഹിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് നല്ലവരായ മനുഷ്യർക്ക് സമയത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായി ഒറ്റയ്ക്ക് നമസ്കരിക്കേണ്ടി വന്നിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഗവർണർ അവരെ ഉപദ്രവിക്കുമായിരുന്നു, അല്ലെങ്കിൽ ജയിലിലിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എന്തോ ആ ഗവർണർ മുസ്ലിം അല്ലേ എന്തോ, അയാൾക്ക് തോന്നിയ പോലെ നിസ്കരിക്കാതിരിക്കും, തോന്നിയ പോലെ താമസിപ്പിക്കും. സാധാരണ ഗവർണറാണ് അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയിൽ, ആ സിറ്റിയിലെ പള്ളിയിലെ ഇമാമായി നിൽക്കേണ്ടത്. അപ്പോൾ അയാൾ നിസ്കരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അൽ ഖസ്തലാനിയിലാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. عن حذيفة رضي الله عنه قال قال النبي صلى الله عليه وسلم اكتبوا لي من تلفظ بالإسلام من الناس فكتبنا له 1500 رجل فقلنا نخاف ونحن 1500 فلقد رأيتنا ابتلينا حتى إن الرجل لا يصلي وحده وهو خائف. حدثنا عبدان عن أبي حمزة عن الأعمش فوجدناهم 500. قالوا أبو معاوية ما بين 600 إلى 700. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു ആള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്ന യുദ്ധത്തിനുള്ള അല്ലെങ്കിൽ ഗസ്വയ്ക്കുള്ള പട്ടാളക്കാരുടെ കൂട്ടത്തിൽ പേര് ചേർത്തു. പക്ഷേ എൻ്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പോകുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയോടൊപ്പം ഹജ്ജ് ചെയ്യൂ. ഇത് നമ്മൾ ആവർത്തിച്ച് കാണുന്നതാണ്. അതായത് ഭാര്യയെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്ന നിയമമുണ്ട്. മഹ്റം ഇല്ലാതെ ഒരു സ്ത്രീയും 2 ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ല, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യാൻ പോകുന്നതിനേക്കാളും മഹത്താണ് സ്വന്തം ഭാര്യയെ സഹായിക്കുന്നത്, പിന്നെ മാതാപിതാക്കളെ സഹായിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്നി കുതിബ്തു ഫീ ഗസ്വതി കദാ വകദാ വംറഅതി ഹാജ്ജത്തുൻ ഖാല ഇർജി ഫഹുജ്ജ മാ ഇംറതിക. അല്ലാഹു അവൻ്റെ മതത്തിനെ, അതായത് ഇസ്ലാം മതത്തിനെ ഒരു ഫാജിറിനെ കൊണ്ടും സഹായിക്കാം. അത് ആ മുസ്ലിങ്ങളായ ആളുകളും ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്യും, അല്ലെങ്കിൽ ഇസ്ലാമിന് ഉപകാരം ചെയ്യും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ പട്ടാളക്കാർ ആരൊക്കെയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ നീതിയും നിയമവും മതവും ഭൂമിയിൽ നടപ്പാക്കുന്ന ആളുകൾ. അപ്പോൾ അത് ചിലപ്പോൾ മുശ്രിക്കായിരിക്കും, അത് ചിലപ്പോൾ ഫാജിർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങേയറ്റം മോശക്കാരനായ മനുഷ്യരെന്നാണ് ഉദ്ദേശിക്കുന്നത്. പൊട്ടിപ്പിളരുക, ഫജ്ർ, സുബഹി നിസ്കാരത്തിന് നമ്മൾ ഫജ്ർ എന്ന് പറയും, സ്വലാത്തുൽ ഫജ്ർ. അതായത് പൊട്ടിപ്പിളരുക, പ്രഭാതം പൊട്ടി വിടർന്നു വരുന്നതിനെയാണ് ഫജ്ർ എന്ന് പറയുന്നത്. അതുപോലെ ഫാജിർ എന്ന് പറഞ്ഞാൽ വലിച്ചു കീറുക എന്ന് വെച്ചാൽ സകല പരിധിയും കടന്നവൻ എന്നാണ് ഫാജിർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൈശാചികതയുള്ള, തീരെ അനുസരണയില്ലാത്ത, കുശാഗ്ര ബുദ്ധിക്കാരനായ, ചിത്ത കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പോകുന്ന ആളുകൾ. അങ്ങനെയുള്ളവരെ കൊണ്ട് പോലും അള്ളാഹു ഇസ്ലാമിനെ സഹായിക്കും. ഇന്നല്ലാഹ ലയുഅയ്യിദുൽ ദീന ബിർ റജുലിൽ ഫാജിർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ ആയിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു, അയാൾ മുസ്ലിമാണ് എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ റസൂൽ പറഞ്ഞു, ഈ മനുഷ്യൻ നരകത്തിൽ ഉള്ളവനാകുന്നു, നരകത്തീയിൽ പോവേണ്ട ആളാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി
അയാൾ നന്നായി, അതായത് നല്ല കാഴ്ചയ്ക്ക് എല്ലാം തികഞ്ഞ ഒരു മുസ്ലിമാണ്, പ്രവൃത്തിയിലും ഒക്കെ. അയാളെ പറ്റിയിട്ടാണ് റസൂൽ ഇത് പറയുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങി, ഭയങ്കരമായ യുദ്ധം, അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ് യുദ്ധം. അത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അയാൾ അങ്ങനെ മുറിവേറ്റു. ആരോ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ വിശദീകരിച്ച ആ മനുഷ്യൻ, അതായത് നരകത്തിയിൽ പോവും എന്ന് പറഞ്ഞ ആള് ഭയങ്കരമായി യുദ്ധം ചെയ്തു ഇന്ന്. കാരണം അയാൾ നല്ല പോരാട്ടമായിരുന്നു, ഒരുപാട് പേരെയൊക്കെ കൊന്നുണ്ടാവും. അവസാനം അയാളും മരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നരകത്തിയിലേക്കാണ് പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലെ സത്യം ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം കാഴ്ചയ്ക്ക് ഒരു കുറ്റവും പറയാനില്ലാത്തൊരു മനുഷ്യനാണ് നരകത്തിൽ പോകുന്നത് പറയുന്നത്. അപ്പോൾ അവരാ സംശയകരമായ അവസ്ഥയിൽ ആയിരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ പറഞ്ഞു, അയാൾക്ക് ഒരുപാട് മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു, മാരകമായ മുറിവുകൾ ഏറ്റിട്ടുണ്ട്, പക്ഷെ അയാൾ ജീവനുള്ള ആളായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ അയാളുടെ ക്ഷമ നശിച്ചു. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് അറിയിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ സന്ദേശവാഹകനും ആണ്. എന്നിട്ട് ബിലാലിനോട് പറഞ്ഞു, നീ പോയി എല്ലാവരോടും വിളിച്ചു പറയുക, ആളുകൾക്കിടയിലൂടെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മുസ്ലിം അല്ലാതെ. അപ്പോൾ മുസ്ലിമായി മരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. പിന്നെ അള്ളാഹു അവൻ്റെ മതത്തിനെ, അതായത് ഇസ്ലാമിനെ, ഫാജിർ ആയ ആളെ കൊണ്ടുപോലും സംരക്ഷിക്കും. അതായത് തീരെ അനുസരണയില്ലാത്ത, പൈശാചികതയുള്ള, ക്രൂരനായ മനുഷ്യൻ. ഇതേ ഹദീസ് 2898 നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യൻ നരകത്തിൽ പോയി. അയാൾ ഫാജിറാണ്, പക്ഷേ അയാൾ കാണിച്ചത് മുഴുവൻ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ശഹിദ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലിറജുലിൻ മിമ്മൻ യദ്ദഈ അൽ ഇസ്ലാമി ഹാദാ മിൻ അഹ്ലിൻ നാർ ലമ്മ ഹദറൽ ഖിതാലു ഖാതല الرجل قتالا شديدا فأصابته جراحة فقيل يا رسول الله الذي قلت إنه من أهل النار فإنه قد قتل اليوم قتالا شديدا وقد مات فقال النبي صلى الله عليه وسلم إلى النار قال فقاد بعض الناس أن يرتاب فبينما هم على ذلك إذ قيل إنه لم يمت ولكن به جراحا شديدا فلما كان من الليل لم يصبر على الجراح فقتل نفسه فأخبر النبي صلى الله عليه وسلم بذلك فقال الله أكبر أشهد أني عبد الله ورسوله ثم أمر بلالا فنادى بالناس إنه لا يدخل الجنة إلا نفس مسلمة وإن الله لا يؤيد هذا الدين بالرجل الفاجر. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം കഴിഞ്ഞ് മേലെ ഒരുപാട് മുറിവൊക്കെയായി അയാളിങ്ങനെ കിടക്കുമ്പോൾ, അന്നത്തെ കാലത്ത് അനസ്തീഷ്യ കൊടുക്കാനോ അല്ലെങ്കിൽ ബോധം കെടുത്താനോ മരുന്ന് വെച്ച് കെട്ടാനോ തുന്നാനോ എന്നുള്ള അന്നൊന്നുമില്ല. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ തിളച്ച എണ്ണ ഒഴിച്ച് മുറിവ് കെട്ടിവെക്കുക എന്നുള്ളതാണ് അവിടുത്തെ അന്നത്തെ മരുന്ന്, ബാക്ടീരിയ രോഗാണു കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വേദന സഹിക്കാൻ വയ്യാതെ അയാൾക്ക് ഒരുപാട് മുറിവുണ്ടായിരുന്നു. അയാൾ രാത്രി സ്വയം വാളുകൊണ്ട് കുത്തിച്ചത്തു എന്നാണ് പറയുന്നത്. അതായത് ആത്മഹത്യ ചെയ്തു. ശത്രുവിൽ നിന്ന് ഭയങ്കരമായ അപകടം പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത്, അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തോറ്റുപോവാം, എല്ലാവരും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവരോധിതനല്ലാത്ത, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടതല്ല, നീ ഇത് ചെയ്യണം എന്ന് അയാളോട് ആരും പറഞ്ഞിട്ടില്ല, എന്നിട്ടും അങ്ങനെ ഒരാൾ പട്ടാളത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്താൽ എന്താണ് അതിൻ്റെ വിധി? അത് അനുവദനീയമാണോ? മൻ തഅമ്മറ ബിൽ ഹർബി മിൻ ഗൈരി അംറത്തിൻ ഇദാ ഖാഫൽ അദുവ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ കൊടുത്തു, അതായത് മതപ്രസംഗം. എന്നിട്ട് പറഞ്ഞു, സെയ്ദ് കൊടി എടുത്തു. അതായത് പട്ടാളത്തിൽ എപ്പോഴും ഒരു ആൾ ഒരു കൊടി പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അയാൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പൊതുവെ ഒരു കൈ കൊടിയായിരിക്കും, ഒരു കയ്യിലെ വാളുണ്ടാവുള്ളൂ, പിന്നെ കുതിരേനെ ഓടിക്കണം. ആ കൊടി വീഴുക എന്ന് പറഞ്ഞാൽ യുദ്ധം തോക്കുക അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി എന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോഴത്തേക്കും വേറെ ആരെങ്കിലും ചാടിയെടുക്കും. അപ്പോൾ സെയ്ദായിരുന്നു കൊടി പിടിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം രക്തസാക്ഷിയായി. ജാഫർ ആ കൊടിയെടുത്തു, അദ്ദേഹവും രക്തസാക്ഷിയായി. അബ്ദുല്ലാഹ് ബിൻ റവാഹ പിന്നീട് ആ കൊടിയെടുത്തു, അദ്ദേഹവും രക്തസാക്ഷിയായി. പിന്നീട് ഖാലിദ് ബിൻ അൽ വലീദ് അവരോധിക്കപ്പെടാതെ തന്നെ, കാരണം റസൂൽ പറഞ്ഞിരുന്നു ഇന്നയാൾ മരിച്ചാൽ ഇന്നയാൾ എടുക്കണം, ഇന്നയാൾ മരിച്ചാൽ ഇന്നയാൾ എടുക്കണം, അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് റസൂൽ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതായത് ലിസ്റ്റ് പറഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഖാലിദ് ബിൻ വലീദ് സ്വന്തം കയറി പട്ടാളത്തിൻ്റെ നേതാവങ്ങായി അവരോധിച്ചു. അത് വളരെ ശരിയായൊരു തീരുമാനമായിരുന്നു.
അല്ലാതെ അധികാര ദുർമോഹം കൊണ്ട് പട്ടാള മേധാവിയാവാൻ വേണ്ടി പോയതല്ല ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു, അടുത്ത ബന്ധുവായിരുന്നു ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ശരീരപ്രകൃതമൊക്കെ ഒരുപോലെയായിരുന്നു. അത് പൊക്കം, നീളം, വണ്ണം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. ഇന്നും പട്ടാള ട്രെയിനിങ് ക്യാമ്പുകളിൽ ഖാലിദ് ബിൻ വലീദിനെ പറ്റി ലോകത്തിൽ പല സ്ഥലങ്ങളിലും പഠിക്കാനുണ്ട്. അതായത് ജീവിതത്തിൽ ഒരു യുദ്ധം പോലും തോറ്റിട്ടില്ലാത്ത പട്ടാള മേധാവി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലിദ് ബിനുൽ വലീദ് പതാക എടുത്തു, ആരും അദ്ദേഹത്തിനെ അവിടെ അവരോധിച്ചില്ല, അള്ളാഹു അവന് വിജയം കൊടുത്തു. ഞാൻ തൃപ്തിപ്പെടുന്നില്ല അവർ നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതിൽ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇത് 1246 ഹദീസിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം രക്തസാക്ഷിയായവരൊക്കെ വലിയ സ്ഥാനത്തുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർ ജീവിച്ചിരിക്കണം എന്ന് ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സങ്കടമുണ്ട്, മരിച്ചതിൽ കരയുന്നുമുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അഖദ റായത സയ്യിദുൻ ഫഉസിബ ثم അഖദ ജഅഫർ ഫഉസിബ ثم അഖദ അബ്ദുല്ലാഹി ഇബ്നു റവാഹത ഫഉസിബ ثم അഖദഹാ فقال أخذ الراية زيد فأصيب ثم أخذ جعفر فأصيب ثم أخذها عبد الله بن رواحة فأصيب ثم أخذ خالد بن الوليد عن غير أمرة ففتح الله عليه فما يسرني أو قال ما يسرهم أنهم عندنا وقال إن عينيه لتذرفان. കൂടുതൽ ആളെ കൊടുത്ത് സഹായിക്കുന്നത് അൽ-ഔനി ബിൽ മദദ്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റിയൽ, ദഖ്വാൻ, ഹുസയ്യ, ബനി ലിഹിയാൻ ഈ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു അവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ അവരത് അവകാശപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ അയച്ച് ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളുടെ തന്നെ ആളുകളുമായി ഞങ്ങൾ യുദ്ധത്തിലാണ്. ചിലപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് ബാക്കിയുള്ളവർ ആവാത്തവരുമായിട്ടുള്ള യുദ്ധമായിരിക്കും. അപ്പോൾ അതിൽ ഞങ്ങളെ കുറച്ച് ആളുകളെ വിട്ട്, പട്ടാളക്കാരെ വിട്ട് സഹായിക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 70 പേരെ അൻസാരികളെ അയച്ചുകൊണ്ട് അവരെ സഹായിച്ചു. ആ അൻസാരികളെ ഞങ്ങൾ അൽ ഖുറാ എന്നായിരുന്നു വിളിച്ചിരുന്നത്, അതായത് പണ്ഡിതന്മാർ, ഖുർആൻ കാണാതെ അറിയാവുന്നവർ, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. 70 പേരുണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ പാരമ്യത, അതായത് അങ്ങേയറ്റം മുസ്ലിം, വളരെ ലളിതമായ ജീവിതം ജീവിക്കുന്നവർ, അങ്ങനെ ആയതുകൊണ്ട് അവർ പകൽ തടി വെട്ടി വിറക് വെട്ടി വിൽക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നവർ ആയിരുന്നു. അങ്ങനെ അവർ 70 പേരെയും ആയി ബിർ മൗന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അവർ അവരെ ചതിച്ചു കൊന്നു. അങ്ങനെ അവരെല്ലാവരും രക്തസാക്ഷികളായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു നാശം വരാൻ വേണ്ടിയിട്ട്, റിയലിൻ്റെയും ദഖ്വാൻ്റെയും ബനി ലിഹിയാൻ്റെയും ഗോത്രങ്ങളിലേക്ക് സർവനാശം വരുന്നതിന് വേണ്ടി അടുത്ത 1 മാസത്തിലുള്ള നമസ്കാരത്തിൽ മുഴുവൻ ദുആ ചെയ്തിരുന്നു. അപ്പോൾ നമസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ കൈവിട്ടു പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടിയിട്ടും ശത്രുവിനെതിരെയും ശപിച്ചുകൊണ്ടുള്ള ദുആയും ചെയ്യാവുന്നതാണ്. ഖതാദ വിശദീകരിക്കുന്നു, അനസ് ഞങ്ങളോട് പറഞ്ഞു, അതായത് മുസ്ലിങ്ങൾ, അതായത് മുസ്ലിങ്ങൾ ഖുർആനിലുള്ള ആയത്തുകൾ ഓതാറുണ്ടായിരുന്നു, രക്തസാക്ഷികളെ പറ്റിയിട്ടുള്ള ആയത്തുകൾ. അത് ഇങ്ങനെയായിരുന്നു, അല്ലേ അല്ലാഹുവേ, ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ആളുകളെ നീ അറിയിക്കണമേ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടി എന്ന്. ആ രക്ഷിതാവ് ഞങ്ങളോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും ഞങ്ങളെ ആ രക്ഷിതാവ് തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു എന്നും. ഇതൊരു ആയത്താണ്. അതായത് മരിച്ചുപോയ ആളുകൾ അള്ളാഹുവിനോട് പറഞ്ഞ് അവർ അള്ളാഹുവിലൂടെ അവതരിപ്പിച്ച ഒരായത്ത്. അതായത് ഭൂമിയിൽ ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നല്ല നിലയിലാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം പോലെയാണ് നോക്കുന്നത്. പിന്നീട് അത് ക്യാൻസലായി. ആ ആയത്ത് ഖുർആനിൽ ഇല്ല. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു റജുലുൻ വദഖ്വാനു വഉസയ്യത്തുൻ വബനു ലിഹ്യാന ഫസഅമു അന്നഹും ഖദ് അസ്ലമു വസ്തമദ്ദു അലാ ഖൗമിഹിം ഫഅമദ്ദഹും നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഈന മിനൽ അൻസാരി ഖാല അനസുൻ കുന്നാ നുസമ്മീഹിം അൽ ഖുറാ യഹ്തിബൂന ബിന്നാരി വയുസല്ലൂന ബില്ലൈലി ഫന്തലഖൂ ബിഹിം ഹത്താ ബലഗൂ ബിഅറ മഊനത വദൗ ബിഹിം വഖതലൂഹും ഫഖനത ശഹ്റൻ യദൂ അലാ റിഅലിൻ വദഖ്വാന വബനി ലിഹ്യാൻ ഖാല ഖതാദതു وحدثنا أنس أنهم قرأوا بهم قرآنا إلى بلغوا قومنا بأن قد لقينا ربنا فرضي عنا وأرضانا ثم رفع ذلك بعد. ആ ആയത്തിനെ പിന്നീട് ഉയർത്തി എന്നാണ് അറബിയിൽ എഴുതിയിരിക്കുന്നത്.
ശത്രു രാജ്യത്ത് അല്ലെങ്കിൽ ശത്രുവിൻ്റെ പട്ടണത്തിൽ താമസിക്കുന്നത് 3 ദിവസങ്ങളും 3 രാത്രികളും അവരുടെ മേൽ വിജയം കൈവരിച്ചതിന് ശേഷം. അപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിച്ചു, ആ രാജ്യത്തെ കീഴടക്കി, മുസ്ലിങ്ങൾ ജയിച്ചു. അപ്പോൾ അവിടെ 3 രാത്രിയും 3 പകലും അവർ താമസിക്കുകയാണ്. മൻ ഗലബൽ അദുവ ഫഇഖാമ അലാ അർസതിഹിം തലാസൻ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എപ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സമുദായത്തിനെ അല്ലെങ്കിൽ ആളുകളെ അല്ലെങ്കിൽ രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം അവിടെ 3 രാത്രി താമസിക്കുമായിരുന്നു. അപ്പോൾ അത് സുന്നത്താണ്. നബി ത്വൽഹത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന ഇദാ ലഹറ അലാ ഖൗമിൻ അഖാമ ബിഅർസതി 3 ലയാലിൻ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.